അറിയാസ്ക. ആയിക്കോട്ടെ. ഇല്ല, അമ്മ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ആയിക്കോട്ടെ അരിസ്ക, ഞങ്ങൾ പോയി വന്നതിന് ശേഷം മെസ്സേജ് അയക്കാം. ഓക്കെ എന്നാൽ. വലൈക്കും അസ്സലാം. ഇറങ്ങല്ലേ കുഞ്ഞോളെ, എന്റെ കഴിഞ്ഞിട്ടാ. എന്റെ കഴിഞ്ഞമ്മ. ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാ ആരിസ്കാന്റെ ഫോൺ വന്നത്. അനക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഓനക്ക് വലിയ സന്തോഷമായിക്കണേ. എന്നോട് പറഞ്ഞമ്മ, ഞാനിപ്പോഴാ എല്ലാരും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെണ്ണായത് എന്നൊക്കെ പറഞ്ഞേ. എന്തായാലും നിങ്ങളെല്ലാരും സമ്മതത്തോടു കൂടി നിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോ നിക്ക് മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടമ്മ. അതാണ് മോളെ മനസ്സിന്റെ നന്മ എന്ന് പറഞ്ഞത്. അയൽവാസി പട്ടിണി കൊടുക്കുമ്പോ വയറ് നിറച്ച് ഉണ്ണാൻ പാടില്ല എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് സ്വന്തം കുടുംബക്കാരും കൂടെ പുറപ്പോളി വിഷമം ബുദ്ധിമുട്ടും കാണാണ്ടേ കൊറേ സ്വത്തും മുതലും കയ്യിൽ വെച്ചിരുന്നിട്ട് എന്താ കാര്യം? സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ മുതലിന്റെ ശരിക്കുള്ള അവകാശി സൽമയാണ്. ആ മുതല് സൽമാനെ തിരിച്ചു ഏൽപ്പിക്കേണ്ടതേ എന്റെ കടമ തന്നെയാണ്. അതേ അമ്മ, ഈ സ്വർണ്ണം ഉണ്ടാക്കിയതിന്റെ കടങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് കാക്കാക്കും സൽമാത്താക്കും മക്കൾക്കൊക്കെ നഷ്ടമായത് ഓല് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണ്ടേ കുറെ നല്ല വർഷങ്ങളാണ്. ഈ സ്വർണത്തിന്റെ അവകാശി ശരിക്കും സൽമാ തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഞാനിപ്പോൾ അത് തിരിച്ചേൽപ്പിക്കാൻ പോണത്. ഇനിയുള്ള കാലെങ്കിലും ഓല് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇന്നാ പിന്നെ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട, നമുക്ക് പോവാൻ നോക്കാം. മൂന്തി ആവണതിന്റെ മുന്നേ തിരിച്ചെത്തും വേണ്ടേ? നടക്ക്. മുളക് പൊടിച്ചത് കഴിഞ്ഞ സൽമാത്ത, എന്റെ പാക്കറ്റ് പൊടി എടുക്കണേ. 2 ദിവസമായി മഴ ആയതുകൊണ്ട് മുളക് കഴുകി ഉണക്കാൻ പറ്റിയിട്ടില്ല. വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നണ്ട് വെയിലായിട്ട് വേണം ഉണക്കാൻ വേണ്ടിയിട്ട്. ഇപ്പത്തെ ക്ലൈമറ്റിനെ വെയിലുണ്ടാകുമ്പോ കഴുകന്നെ നല്ലത്. ഇടക്ക് മഴ ഇടക്ക് വെയിലും അല്ലേ.